മോർണിംഗ് വാക്ക് തുടരുകയാണ് നമ്മൾ ഈ മോർണിംഗ് വാക്കിൽ നല്ല കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും, വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും, ഒപ്പം തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഉപേക്ഷിക്കേണ്ട ചില ചീത്ത ശീലങ്ങൾ. അപ്പൊ ഇവിടെ തൃക്കാക്കര പോലീസിന്റെ ഒരു ബോർഡ് കണ്ടോ? പോലീസ് നിരീക്ഷണത്തിലുള്ള ഈ പരിസരത്തും കാനയിലും ബസ് വേസ്റ്റുകളും മറ്റും നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ബോർഡ് വെച്ചതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നറിയില്ല. പക്ഷെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടെയൊക്കെ വൃത്തിയായിട്ടാണ്. ക്രിസ്tina, ഇത് കാനയാണ്. പക്ഷെ നമുക്കുണ്ടോ വളരെ വളരെ ഭംഗിയായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഒരു കാനയിൽ പെയിന്റ് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ കാന ഇങ്ങനെ അതിനോട് വെള്ളം പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കാനയാണെന്ന് മനസ്സിലാവോ? ഇല്ല. സുരക്ഷയ്ക്കായിട്ട് മുകളിൽ ഈ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ക്യാമറയിൽ നിന്ന് അനു ആണുള്ളത്. അനു ഒരു ബോർഡും കൂടെ ഉണ്ട്, നോ സ്മോക്കിംഗ് നോ ഡ്രഗ്സ്. അത്തരത്തിലൊരു ബോർഡ് കൂടെ ഉണ്ട്. ഇതും നമ്മളൊക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ട, ഉപേക്ഷിക്കേണ്ടതായുള്ള ചില ചീത്തശീലങ്ങളാണ്. മാലിന്യം അവിടെ ഇവിടെയും തള്ളാതിരിക്കുക. എന്തായാലും ഈ തൃക്കാക്കര നഗരസഭ ഇക്കാര്യത്തിൽ ഒരു നല്ല മാതൃകയാണെന്നാണ് നമ്മൾ ഈ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഈ രീതിയിൽ ഒരു റോഡരികിലാണിത്. റോഡരികിൽ ഈ രീതിയിലൊരു കുഞ്ഞു പാർക്കും കളിസ്ഥലവും ഒക്കെ ഉണ്ട്. ഇവിടെ ഷട്ടിൽ കളിക്കുന്ന കുറേ ചേട്ടന്മാരും കുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് അവരുടെയൊക്കെ വിശേഷങ്ങൾ അറിയണം. അപ്പൊ അതിനു മുമ്പ് അടുത്ത വാർത്തയിലേക്ക് ഒന്ന് പോയാലോ? അതെ, അത് വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായ വാർത്തയാണ്. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇന്ന് തീരുമാനിച്ചേക്കും. ഇന്നലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൈമാറി സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടത്. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തണമെന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ ഉത്തരവിൽ DGP ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വിവരങ്ങളുമായി സലീം മാലിക്കാണ് ട്രിവാൻഡ്രത്തും ചേരുന്നത്. സലീം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഈ സജി ചെറിയാന്റെ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ അതിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അറിയാൻ പോകുന്നു. അപ്പോൾ എന്ത് നിർദ്ദേശമാണ് DGP നൽകിയത്? കൃത്യമായി അത് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ വേണമെന്ന ഒരു നിർദ്ദേശം DGP നൽകിയതായി അറിയുന്നു. ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. ഈ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ ഇന്ന് ആ അന്വേഷണം, സജി ചെറിയാനെതിരെ പുതിയ അന്വേഷണം നടത്തുന്നത് ആരൊക്കെ എന്ന് ഇന്ന് അറിയാമെന്നുള്ളതാണ്. അത് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ട് ഉത്തരവിറങ്ങിയത് ഇന്നലെയാണ്. അതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് തന്നെ തീരുമാനമെടുക്കണം, ആരന്വേഷിക്കണമെന്ന് തീരുമാനമെടുക്കണം എന്നും DGP നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാകും ഇത് അന്വേഷിക്കുക എന്നാണ് നമ്മൾ അറിയുന്നത്. കാരണം ഹൈക്കോടതി നേരിട്ട് നിർദ്ദേശിച്ചതാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം. മാത്രമല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവിട്ട് ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ട് ഒരാഴ്ചയും സർക്കാർ ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തില്ല. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇത് മാധ്യമങ്ങളിൽ വാർത്തയായി. അതിന് പിന്നാലെ ഇത് കോടതിയലക്ഷ്യ ഹർജിയായി വീണ്ടും ഹൈക്കോടതിയിലേക്ക് കൂടി പോകുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ അത്തരത്തിൽ ഒരു ഉത്തരവ് ഇട്ടത്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ തിരക്ക് പിടിച്ച ചർച്ചകൾക്കൊടുവിലാണ് ഏറ്റവും ഒടുവിൽ മന്ത്രിക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നൊരു ഉത്തരവിട്ടിരിക്കുന്നത്. സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം ആ അന്വേഷണം വളരെ നിർണായകമാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ഭരണഘടനാ അവഹേളന പ്രസംഗം നടത്തിയ സമയത്ത് സജി ചെറിയാനെതിരെ ഒരു പോലീസ് അന്വേഷണം വരികയും അന്ന് സജി ചെറിയാന്റെ രാജി വെക്കുമ്പോൾ സജി ചെറിയാൻ പറഞ്ഞിരുന്നത് തനിക്കെതിരെ ഒരു പോലീസ് അന്വേഷണം നടക്കുകയാണ്, താൻ മന്ത്രിയായി തുടരുമ്പോൾ അങ്ങനെ ഒരു സത്യസന്ധമായ അന്വേഷണം അതിൽ നടക്കാനിടയില്ല, അതുകൊണ്ട് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ താൻ രാജിവെക്കുകയാണ് എന്നുള്ളതായിരുന്നു സജി ചെറിയാൻ അന്ന് വ്യക്തമാക്കിയത്. അതിനേക്കാൾ ഗൗരവമായ ഒരു അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. അങ്ങനെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആ വിഷയത്തിൽ നടക്കുമ്പോൾ പഴയ നിലപാട് സജി ചെറിയാൻ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു രാജ്യസമ്മർദ്ദം എവിടെ നിന്നുമില്ല, പ്രതിപക്ഷത്ത് നിന്ന് പോലും കാര്യമായ ഒരു രാജ്യസമ്മർദ്ദമില്ല എന്നുള്ളതാണ് കൗതുകം. കാരണം ഹൈക്കോടതി തന്നെ പോലീസ് റിപ്പോർട്ട് തള്ളി. അതിനുശേഷം ആ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സജി ചെറിയാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ചില പ്രതിഷേധങ്ങളും കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് സജി ചെറിയാന്റെ രാജിയിൽ പ്രതിപക്ഷം പോലും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, മന്ത്രിസഭയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ CPIM-ന്റെ പിന്തുണയും നിലവിൽ സജി ചെറിയാന് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ക്രിസ്റ്റീന, പ്രജിൻ. പാലാരിവട്ടം തൃക്കാക്കര പൈപ്പ് ലൈൻ റോഡിലാണ് നമ്മളിപ്പോൾ ഈ അടുത്ത് എന്താണ് പറയാ വൃത്തിയാക്കിയ, മനോഹരമാക്കി മാറ്റിയ ഈ റോഡിന്റെ വശത്തുള്ള ഒരു പാർക്കും കോർട്ടും ഒക്കെയുള്ള സ്ഥലത്താണ്. ഇവിടെ ഷട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതൊക്കെ ഇങ്ങനെ കാണുകയായിരുന്നു ബ്രേക്ക് പോയ സമയത്ത്, അല്ലെ? മനോഹരമായ അന്തരീക്ഷമാണ്. അനു, നമ്മൾ ആ വൈഡ് വ്യൂ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ചിത്രമരവും മൊത്തത്തിലുള്ള, അതായത് ഇവിടെ ഈ കാന പോലും വളരെ, അതായത് മാലിന്യങ്ങളും വേസ്റ്റ് വെള്ളം ഒഴുകി പോകുന്ന കാന പോലും മനോഹരമായിട്ടാണ് ഇവരിവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മനോഹരമായ സ്ഥലത്ത് ഇരുന്നു കൊണ്ടാണ് മോർണിംഗ് വാക്കും മോർണിംഗ് സിറ്റും ഇരുന്നുകൊണ്ടല്ല മോർണിംഗ് വാക്ക്. നമ്മൾ മോർണിംഗ് വാക്ക് ചെയ്തിട്ട് ഇവിടെ ഇരുന്നതാണ്. അപ്പൊ അടുത്ത വാർത്തയോട് പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. CPM സംസ്ഥാന സെക്രട്ടറി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ അവലോകനമാണ് പ്രധാന അജണ്ട. ജില്ലാ കമ്മിറ്റി കൈമാറിയ ചേലക്കരയിലെയും പാലക്കാട്ടെയും ഫലങ്ങൾ കണക്കുകൾ സഹിതം
ഈ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. VC നിയമനങ്ങളുടെ പേരിൽ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുന്നതിനിടെയാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതെ, ഗവർണർക്കെതിരെ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ സമീപനവും നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളും പാർട്ടി ചർച്ച ചെയ്യും. കണ്ണൂർ ADM ആയിരുന്ന K. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം CPIM തള്ളിയെങ്കിലും ഇക്കാര്യവും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വന്നേക്കും. യെസ്, അപ്പൊ നമുക്ക് ഈ കോർട്ടിലേക്ക് ഒന്ന് കയറിയല്ലോ. അതെ, നമുക്കിവിടെ കുറെ ചേട്ടന്മാരും മക്കളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. നമുക്കിവരോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ഇത് പുതിയ പരിപാടിയാണല്ലേ? ഇതൊരു പുതിയൊരു സംരംഭമാണ്. ഇപ്പൊ എത്ര നാളായിട്ട് ഇവിടെ കോർട്ടും സെറ്റൊക്കെ ചെയ്ത്? ഇതിപ്പം ഏകദേശം ഒരു വർഷത്തോളം ആവാൻ പോകുന്നതേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നത് PT തോമസ് അല്ലേ, MLA ഫണ്ടിൽ നിന്നുള്ള അതെയും പിന്നെ നമ്മളെ മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തകരും പിന്നെ ഇവിടുത്തെ നമ്മളെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നാണ്. ഇപ്പൊ എനിക്കൊന്ന് ഷട്ടിൽ കോർട്ട് ഉണ്ട്, പിന്നെ എനിക്കൊന്ന് ക്രിക്കറ്റ് ഉള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള സ്പേസ് കൂടി ഉണ്ടല്ലേ? എന്തായാലും നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. മാത്രമല്ല നിങ്ങളത് നന്നായി ഇത് പരിപാലിക്കുന്നു എന്നതും പ്രധാനമാണല്ലേ? അതൊരു പറയേണ്ട ഒരു കാര്യമാണ്. കുട്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇവരൊക്കെ എല്ലാവരും ഈ വർക്ക് ചെയ്യുന്നതാണ്. ഏകദേശം നമുക്ക് രാവിലെ 4 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. രാത്രിയും ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു മികച്ചൊരു ഇനീഷ്യേറ്റീവ് തന്നെ പറയാം. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ വാശിയേറിയ ഷട്ടിൽ മത്സരം നടക്കുന്നുണ്ട്. ചേട്ടാ പോയിന്റ് എത്രയാ ചേട്ടാ? 14-7. എന്താ കള്ളക്കളിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പോയിന്റ് എത്രയാ? ഓക്കെ, അപ്പോ കളി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ ഇതിൽ പങ്കാളികളാകുന്നില്ലേ? പേരെന്താ? ശ്രീഹരി. എവിടെയാ പഠിക്കുന്നേ? ഞാൻ സെന്റ് ജോർജ് എടപ്പള്ളി. എന്താ കളിക്കാൻ നിൽക്കുന്നത്? ഇവര് കളിച്ചിട്ട് കയറാനായിട്ടാണ്. കുട്ടികൾക്കും കൂടെ ഒരു ചാൻസ് കൊടുക്കണം കേട്ടോ. പേരെന്താ? അജിത്ത്. ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്? ഞാൻ വർക്ക് ചെയ്യാം. മോനെ, കുഞ്ഞുമോൻ ഇവിടെ വന്നേ. ആര്, കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ? ഇന്നലെ തോറ്റുപോയല്ലോ. അയ്യോ, സങ്കടം ഉണ്ടോ? ഇപ്പൊ എന്താ എല്ലാ ദിവസവും ഇവിടെ കളിക്കാൻ വരും? എന്തോ കളിയാക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി അവനെ കരയപ്പിക്കരുത് കേട്ടോ, തോറ്റെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ. മോൻ കരയോ? മോൻ മിടുക്കനല്ലേ, സ്മാർട്ട് കുട്ടിയല്ലേ? അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ മിടുക്കൻ മോൻ ഹായ് പറഞ്ഞിരിക്കുകയാണ്. പ്രതിനെ നമുക്ക് ഇവരെ അങ്ങനെ അധികം ശല്യപ്പെടുത്താം. അപ്പൊ അഴിമതി അക്രമമൊന്നും ഇല്ലാതെ ജയിക്കുക കേട്ടോ. പോയിന്റ് വെള്ളം ചേർക്കരുത്. യെസ്, അപ്പോ ഷട്ടിൽ കളിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് അവിടെ. ക്രിസ്റ്റി, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകണം അല്ലെ? നമ്മൾ ആലപ്പുഴയിൽ നിന്നുള്ള ആക്സിഡന്റ് വാർത്ത. അപ്പൊ ഇന്ന് നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ടായിരുന്നു, കുറെ ആക്സിഡന്റ് വാർത്തകൾ വരുന്നുണ്ട്. ആലപ്പുഴ ചേർത്തലയിൽ KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. നെടുമ്പക്കാട് സ്വദേശി നവീൻ, സാന്ദ്ര നിവാസിൽ ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങളുമായിട്ട് ചേരുന്നത്. മനീഷ്, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ ക്രിസ്റ്റീന, ഈ അപകടം ഉണ്ടാകുന്നത് പുലർച്ചെ 2 മണിയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് ദൃക്സാക്ഷികളോ അല്ലെങ്കിൽ മറ്റ് CCTV ദൃശ്യങ്ങളോ ഇല്ല. പോലീസ് തന്നെ വിവരം അറിഞ്ഞ് രാവിലെ അവിടെ എത്തി മറ്റ് വിവരങ്ങൾ ഒക്കെ തേടുന്നതേ ഉള്ളൂ. ഈ കുട്ടികളുടെ, ഈ വിദ്യാർത്ഥികളുടെ അഡ്രസ് അടക്കം എടുത്തു വരുന്നതേ ഉള്ളൂ. KSRTC ബസ് മലപ്പുറത്തേക്ക് പോവുകയായിരുന്നു. ചേർത്തല സ്റ്റാൻഡിൽ വന്ന ശേഷം അവിടെ നിന്നും മലപ്പുറത്തേക്ക് പോകുന്ന സമയത്താണ് ദേശീയപാതയിൽ വെച്ച് ഈ ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കളുമായിട്ടുള്ള വാഹനവുമായി അപകടമുണ്ടാകുന്നത്. എങ്ങനെയാണ് അപകടമുണ്ടായതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴും വന്നിട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പറയാൻ സാധിക്കില്ല. ബസിന്റെ വേഗത കൂടുതലാണോ അതോ ഇനി ബൈക്ക് യാത്രക്കാരുടെ കുഴപ്പം കൊണ്ടാണോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഈ ചേർത്തല നെടുമ്പക്കാട് പുതുവൽ നികരത്തിൽ പരേതനായ രമേശന്റെ മകൻ 24 വയസ്സുള്ള നവീൻ, സാന്ദ്ര നിവാസിൽ, ചേർത്തല തന്നെ സാന്ദ്ര നിവാസിൽ വിജയപ്പന്റെ മകൻ 24 വയസ്സുള്ള ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. 2 പേരും ചേർത്തല ബോയ്സ് ഹൈസ്കൂളിന് 2 പേരും വിദ്യാർത്ഥികളാണ്. ഇത് സംഭവം ഉണ്ടായിരിക്കുന്നത് ചേർത്തല ബോയ്സ് ഹൈസ്കൂളിന് സമീപത്താണ്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ചേർത്തല പോലീസ് സ്ഥലത്തെത്തി മറ്റ് വിശദാംശങ്ങളൊക്കെ തേടുകയാണ്. പ്രജിൻ, ക്രിസ്റ്റീന. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായുള്ള ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥ ഇന്ന് കോഴിക്കോട് ജില്ലയിലെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് ജില്ലയിലെത്തുകയാണ്. ജാഥയുടെ ഭാഗമായി വൈകിട്ട് 5:30 മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറിയിൽ നിരവധി അവാർഡുകൾ നേടിയ മലയാള സിനിമ നൻപകൽ നേരത്ത് മയക്കം പ്രദർശിപ്പിക്കും. പ്രദർശനം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. നടിയും മോഡലുമായ റിയ ഉഷ മുഖ്യ അതിഥിയാകും.
ദിനേശ് ഹരിപ്പാട് പറയുന്നുണ്ട് അരുണാചൽ ബോർഡറിലാണ്, സൈനികനാണ്, വളരെ വലിയ തണുപ്പുള്ള അന്തരീക്ഷത്തിലാണ് എന്ന് പറയുന്നു. എന്തായാലും സുരക്ഷിതമായിരിക്കുക. വർഗീസ് ഷഫീർ മണ്ണാക്കാട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് ചോദിക്കുന്നത്, ഇടവേള കുറയ്ക്കാൻ സനൂപിനെ പഞ്ഞിക്കിട്ടാൽ മതിയല്ലേ? സനൂപെ ജാഗ്രത. എന്തായാലും സനൂപ് പറഞ്ഞ അടുത്ത കാര്യം പറയുന്നുണ്ട്, പെട്ടെന്ന് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകണം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കുട്ടി. അതെ, ആ സന്നിധാനത്തെ കാണാം. ഭക്തകോടികൾ അതെ, വന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് കൂടുന്നു എന്നതാണ് വാർത്ത. 86,000 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയ ഭക്തരുടെ എണ്ണം 15,000 കടന്നിട്ടുണ്ട്. MG പ്രതീഷാണ് ചോദിച്ചു നോക്കും. പ്രതീഷ്, സന്നിധാനത്താണ്, നല്ല തിരക്കാണെന്നറിയാം. എന്താണ് ഇന്ന് എത്ര തീർത്ഥാടകരെ പ്രതീക്ഷിക്കുന്നു അവിടെ? പ്രജിൻ, ക്രിസ്റ്റീന, ശബരിമലയിൽ ഓരോ ദിവസം കഴിയും തോറും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ ദിവസം, അതായത് വെള്ളിയാഴ്ചയാണ് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത്. അതുപോലെ തന്നെയാണ് ഇന്നലെയും സമാനമായ രീതിയിൽ വലിയ തിരക്കായിരുന്നു ശബരിമലയിൽ അനുഭവപ്പെട്ടിരുന്നത്. 86,000 തീർത്ഥാടകരാണ് ശബരിമലയിൽ ഇന്നലെ മാത്രം ദർശനം നടത്തിയത്. ഒപ്പം 15,000-ഓളം തീർത്ഥാടകർ ഇതിൽ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിനെത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ 5,000-ൽ താഴെയായിരുന്നു പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് ശബരിമലയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് 15,000 കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ തീർത്ഥാടകരും ഈ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിനെത്തുന്നു. കാരണം വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് കുറേ ദിവസത്തിലേക്ക് ഈ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ തീർത്ഥാടകരും ഇപ്പോൾ നിലവിൽ സ്പോട്ട് ബുക്കിങ്ങിനെയാണ് ആശ്രയിക്കുന്നത്. വരും ദിവസങ്ങളിലും ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും കാണുന്നത്. മാത്രമല്ല ഈ ശരണപാത വഴി, ഈ കാനനപാത വഴിയുള്ള ഈ തീർത്ഥാടകരുടെ വരവൊക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മണ്ഡലകാലം കൂടുതൽ സജീവമാവുകയാണ്. ഈ വരും ദിവസങ്ങളിൽ 80,000-ന് മുകളിൽ തീർത്ഥാടകർ തുടർച്ചയായി ശബരിമലയിൽ എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഓരോ ഇടങ്ങളിലും കൃത്യമായി തീർത്ഥാടകരെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ ദർശനം സാധ്യമാക്കുന്നത്. മരക്കൂട്ടം മുതൽ തന്നെ നിലവിൽ ചെറിയ രീതിയിൽ ക്യൂ ഉണ്ട്. പക്ഷേ ഒരുപാട് നേരം ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായി ചെറിയ ചെറിയ ഇടവേളകളിൽ ഭക്തരെ നിയന്ത്രിച്ചുകൊണ്ട് 18 ഒരു ആശ്വാസം, നല്ല തിരക്ക് കൂടി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രജിന, നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ എത്തിയിട്ടുണ്ട്. വിപിൻ വലിയത്ത്, മെൽബിൻ, ജയൻ, ജോബി മോൾ, ലേഖ ജയൻ, രവികുമാർ PB, ജനാർദ്ദനൻ നായർ, AD വ്ലോഗ്, മെൽബിൻ, ആരാധ്യാദേവൻ, മിനി ബാബു, നസീമ K, ആൽഫ നമ്മൾ പറഞ്ഞതാണ്, സീന മുഹമ്മദ് പറഞ്ഞതാണ്, ആരിഫ് AP കളത്തൂർ, അങ്ങനെ ഒരുപാട് പേര് ആശംസകളും ഗുഡ് മോർണിംഗും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് പത്രങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാലോ? വളരെ പെട്ടെന്ന് മലയാള മനോരമയിലെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത, താമസക്കാരുടെ അവകാശം മുഖ്യം എന്ന് പറയുന്നു. മുനമ്പം വിഷയത്തെ ആധാരമാക്കിയാണ് മലയാള മനോരമ അവരുടെ ലീഡ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അതിൽ കൃത്യമായി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ വ്യക്തമാക്കണം, 3 മാസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ പ്രജിന്, നമ്മുടെ പ്രതിപക്ഷം പലപ്പോഴും പറയുന്നതാണ് ട്രഷറിയിൽ, ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണെന്ന്. അപ്പോൾ വരുമാനം വരുന്നില്ല എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത് അദാനിയുമായി പുതിയ ധാരണ. ഓക്കെ, അപ്പോൾ നമ്മുടെ പത്രത്തിൽ വിശേഷങ്ങൾ ഒക്കെയുണ്ട്. നമുക്ക് മോർണിംഗ് വാക്ക് പൂർത്തിയാക്കാൻ സമയമാവുന്നു. ഇനി ഗുഡ് മോർണിംഗ് ഷോയുടെ ദിനമാണ്. ശ്രീകണ്ഠൻ നായർ തയ്യാറായി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. സോ ഓവർ ടു യു SKN. ഗുഡ് മോർണിംഗ് ശ്രീകണ്ഠൻ, കൃഷ്ണ ചെറിയാൻ. യഥാർത്ഥത്തിൽ ശ്രീരാഗമൊക്കെ പാടിയപ്പോഴേ ഞാൻ അപ്പുറത്തെ ഒരു രാഗം പാടിയാലെന്ന് ആലോചിച്ചു. പക്ഷേ ആൾക്കാർ സഹിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ആ ഉദ്യമത്തിന് ശ്രമിക്കുന്നില്ല. അപ്പോൾ താങ്ക് യു